ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നതാ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ മഴയൊന്നുമില്ല. ഇത്രയും ഡേയ്സ് മഴ ആയതുകൊണ്ടൊരു ഇതായിരുന്നു. അപ്പോൾ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇന്ന് എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീറ്റു. അപ്പോൾ രാവിലെ എണീറ്റു, നല്ല തിരക്കായതുകൊണ്ട് രാവിലത്തെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മോളെ നേരത്തെ എണീപ്പിച്ച് ഞാൻ സിസ്റ്ററിനെ വീട്ടിൽ കൊണ്ടാക്കിയാണ് ഞങ്ങൾ എക്സാമിന് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോൾ നല്ല മഴയൊന്നുമില്ല. ഇത്രയും ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ മഴയില്ലാതാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ, ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മോളെ കൊണ്ടാക്കി കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിതാ ഹസ്ബൻഡ് ലീവ് ആയതുകൊണ്ട് ആളെന്നെ കൊണ്ടായിത്തരാമെന്ന് പറഞ്ഞു. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടായിത്തരാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എക്സാമിന് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇതാ കോളേജ് എത്തിയപാടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടക്കായിരുന്നു. നടന്ന് നോക്കുമ്പോൾ എന്താ എല്ലാവരും ആ ഒരു സമയത്ത് എക്സാമിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും ബുക്കൊക്കെ എടുത്ത് എല്ലാവരും പഠിക്കേണ്ട തിരക്കായിരുന്നു. പിന്നെ കുറേ പേര് വരുന്നുണ്ട്. ഞാൻ ഫ്രണ്ട്സിനെ കൊണ്ടെത്തിയപ്പോൾ അവർ വരുന്ന പാടെ ഇതാ ബുക്കൊക്കെ എടുത്ത് പഠിച്ച് പേപ്പറും പേനയും കൊണ്ടാണ് നിൽക്കുന്നത്. എനിക്ക് ആ സമയത്തൊന്നും കയറാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല. അപ്പോഴേക്കും നോട്ടീസ് ബോർഡിൽ ക്ലാസ് റൂമിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൂടി. പിന്നെ ഞാൻ ആ തിരക്കിൽ കൂടി തിരക്കണ്ടെന്ന് കരുതിയിട്ട് ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ ഇടയിലുള്ളതുകൊണ്ട് ക്ലാസ് കിട്ടിയിട്ടോ. 3rd ബ്ലോക്കിൽ 4th ക്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. 2-3 ഫ്രണ്ട്സൊക്കെ കൂടി ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഏതെല്ലാമൊക്കെയോ പിള്ളേരായിരുന്നു. അതിനെല്ലാം എക്സാം ഹാള് കണ്ടുപിടിക്കുന്ന തിരക്കിലായി. അങ്ങനെ ആ തിരക്കിൽ എക്സാം ഹാള് കിട്ടി. ഇതാണപ്പോൾ എക്സാം നടക്കുന്ന ഹാള്. അപ്പോൾ എക്സാം ഹാളിൽ കയറി പിന്നെ പറയേണ്ട ഫോണൊന്നും അലോഡല്ല. അപ്പോൾ അത് നൈസായിട്ട് വെച്ചു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. എക്സാമൊക്കെ നൈസായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു. പോകുന്ന വഴിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ചെറിയൊരു കടയിൽ നിന്ന് ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ടീറ്റാണ് ഇപ്പോൾ സിനിമ കയറാമെന്നാണ് പോയത്. ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഉറക്കം വരുന്നു, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ സിനിമ ആണെന്ന് തന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. പിന്നെ ഇപ്പോൾ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മോളെ രാവിലെ സിസ്റ്ററിനെ വീട്ടിൽ കൊണ്ടാക്കിയെങ്കിലും രാവിലെ അവിടെ നിന്ന് വാപ്പ നേരത്തെ തന്നെ അവളെ അവിടെ നിന്ന് പൊക്കി അവളെയും സിസ്റ്ററിനെ മോളെയും ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങോട്ട് വീട്ടിലേക്ക് പോണ ആ ഒരു റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എത്തിയ പിന്നെ പറയണ്ട, പഴയ ഓർമ്മകൾ കണ്ട് മനസ്സിൽ കൊണ്ട് ഓടി വരും. ഇവിടെ ബസ് അധികം ഓടാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ വൈകുന്നേരം ഈ വഴി തന്നെ ഇന്ന് നടന്നു പോകല്. പിന്നെ സ്കൂളിലെ ടൈമിൽ ഫ്രണ്ട്സിൻ്റെ കളിച്ചൊക്കെ ഈ റൂട്ട് തന്നെ. അങ്ങനെ ഓർമ്മകളൊക്കെ എടുക്കുമ്പോൾ വീടെത്തിയിട്ടോ. ഇതാണ് അപ്പം എൻ്റെ വീട്. ഞങ്ങളവിടെ എത്തുമ്പോൾ 2-2:30 മോളെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയിരിക്കുന്നു. ഇവരെല്ലാം ഉമ്മയും അപ്പയൊക്കെ നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ജസ്റ്റ് ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ലുലുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ മോളെ ഉറക്കത്തിനടുത്ത് മോളെ റെഡിയാക്കി എല്ലാം ഞങ്ങൾ ലുലുക്ക് പോവാണ് കേട്ടോ. ലുലു എത്താത്ത മുന്നേ തുടങ്ങി ബ്ലോക്ക്. ഇന്ന് എന്തോ ഓഫർ എന്തോ നടക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു. നല്ല തിരക്ക്. ലുലു ആണെന്ന് തോന്നില്ല, നല്ല വേലപ്പുറമോ പൂരം നടക്കുന്ന എന്തോ സ്ഥലം പോലെ അത്ര തിരക്ക്. ഉള്ളിലൊന്നും പാർക്കിങ്ങേ ഇല്ല. അപ്പോൾ ഞങ്ങളത് പുറത്തെല്ലാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോഴേ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് എന്തായാലും കുട്ടികളെ കൊണ്ട് വന്നല്ലേ ജസ്റ്റ് അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി മേലേട്ട് കയറി കേട്ടോ. അവൾ ഒറ്റയ്ക്ക് നിൽക്കണം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കണം കേട്ടോ അതിൽ. പിന്നെ അവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജസ്റ്റ് ഗെയിമെല്ലാം കളിച്ചുകൊണ്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ കണ്ടപ്പോൾ പിന്നെ പോകണമെന്നേ ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് അധികം കൊണ്ടുവന്നാലും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. ഇവിടെ വന്നാൽ പിന്നെ അവൾ അങ്ങോട്ട് തിരിച്ച് വരണമെന്ന് പറയില്ല. അതിൽ കയറി ഇതിൽ കയറുമെന്ന് പറഞ്ഞ് വെറുതെ സമയം കളയും. എന്നാൽ അതിട്ടും കംപ്ലീറ്റ് ആക്കുമോ അതും ചെയ്യില്ല. അപ്പോഴേക്കും താഴെ ഹൈപ്പർ മാർക്കറ്റിൽ ഉമ്മയും അപ്പയൊക്കെ വന്നു അങ്ങോട്ട് വായോ വന്നിട്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴേ നോക്ക് എന്തോരം തിരക്കാണ്. ഇത് ലുലു മാളാണോ അത് വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അത്ര തിരക്കാണ്. മീൻസ് നമുക്കവിടെ നിൽക്കാനുള്ള ടൈമിങ്സ് ഗ്യാപ്പില്ല. വണ്ടികളൊക്കെ ബ്ലോക്ക് ആവുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനുള്ള സ്ഥലമില്ല. പോയി വേണ്ടില്ലാന്നായി. ആ തിരക്കിൽ എന്തെല്ലാമൊക്കെ എടുത്തെങ്കിലും ബില്ലിടുന്ന സമയം കൊണ്ട് ഞങ്ങൾ സുഡേക്കൊക്കെ ഒന്ന് പോയെങ്കിലും അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അങ്ങനെ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വണ്ടി ബ്ലോക്കായി അവിടെ തന്നെ നിൽക്കുകയാണ് കേസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.